ഇന്ന് ഞാൻ പതിവിൽ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റു. 6 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കൽ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഇന്ന് കണ്ണൻ്റെ കോളേജിൽ പോകണം, PTA മീറ്റിംഗ് ആണ്. അപ്പോൾ രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ആദ്യം ചെയ്യണം അടുപ്പത്ത് ചാരം കോരലാണ്. ചാരം കോരി എടുത്തിട്ട് വേണം ചോറിനുള്ള അരി അടുപ്പത്തിടാൻ. അങ്ങനെ തീ കത്തിച്ച് അരി അടുപ്പത്തിട്ടു. അതിനുശേഷം മിറ്റടിക്കാണ് കേട്ടോ ചെയ്യണത്. മിറ്റടി കഴിഞ്ഞ് ആകമൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടു. എല്ലായിടവും അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഒരു 8 മണി 8:30 ആയപ്പോഴേക്ക് റെഡിയായി. ഇത് കോയമ്പത്തൂരാണ് അവൻ പഠിക്കണത്. അപ്പം കുറച്ച് ദൂരമല്ലേ, അപ്പം നേരത്തെ തന്നെ പോയാലല്ലേ നേരത്തെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അങ്ങനെ ബസ്സിലാണ് കേട്ടോ പോയത്, KSRTC ബസ്സിലാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ അവിടെ എത്തി. തേർഡ് ഫ്ലോറിലായിരുന്നു മീറ്റിംഗ്. അവിടെയാണ് അവൻ്റെ ക്ലാസ്. അപ്പോൾ അവിടേക്ക് സ്റ്റെപ്പ് കയറി പോയി. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടൊരു 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ മീറ്റിംഗ് അല്ല ചെന്നിട്ട് ജസ്റ്റ് ഒപ്പിട്ട് പോരുകയാണ്. പേപ്പറൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഒപ്പിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഒരു 3:30 4 മണിയൊക്കെ ആയപ്പോഴേക്കും വീടെത്തി. വെയിൽ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ക്ഷീണമൊക്കെ മാറ്റി വൈകുന്നേരത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പീര വയ്ക്കാമെന്ന് കരുതി. കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മത്തി റെഡിയാക്കി എടുത്തു. വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും സബോളയൊക്കെ റെഡിയാക്കി എടുത്തു. അതിലേക്ക് തേങ്ങയുടെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കാനും കൂടെ റെഡിയാക്കി. ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ച സബോളയും തക്കാളിയും ഒക്കെ വഴറ്റി അതിലേക്ക് ചതച്ചെടുത്ത് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. കുടംപുളി ഇട്ടു. ഈ മീനും ഇട്ട് കൊടുത്തു. ചെറുതീയിലൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ പീര റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇത് മീൻ പീര കൂട്ടിയിട്ടാണ് കേട്ടോ രാത്രി ഊണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.